ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് ക്വറീസ് യൂസിങ് SQL എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതായത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് ഈ ഒരു ഡാറ്റാബേസ് ക്വറീസ് യൂസിങ് SQL എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ SQLൻ്റെ ലാബ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നോക്കാൻ പോവാണ്. അപ്പോൾ ഡാറ്റാബേസ് ക്വറീസ് യൂസിങ് SQL എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലാബ് എക്സാമിൽ നമുക്ക് ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് SQLൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളത് അല്ലെ. 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഒന്നുമില്ല, ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട്, ആ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിലൊരു 5 റെക്കോർഡ്സ് 5 റോസ് ആഡ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആൻഡ് ആ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിൽ റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ എന്ന് പറയുന്ന കുറച്ച് ഫീൽഡുകൾ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം, ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു 5 റോ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, 4 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസിനുള്ള കൊറി എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇതേപോലെ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസിലുള്ള കൊറി എഴുതാനാണ് പറയുന്നത്. അതായത് എംപ്ലോയി ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് 5 റെക്കോർഡ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിനുള്ള കൊറി എഴുതാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്ന പേരിൽ ഒരു ടേബിൾ ഉണ്ടാക്കുക, അതിൽ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ ഒരു 5 റെക്കോർഡ്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനുള്ള കൊറി എഴുതാനാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നാലാമത്തെ ക്വസ്റ്റ്യനിൽ ബാങ്ക് എന്ന് പറയുന്ന പേരിലാണ് ടേബിൾ ഉണ്ടാക്കേണ്ടത്. ആ ടേബിളിൽ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നെയിം എന്നെല്ലാം പറയുന്ന കുറച്ച് ഫീൽഡുകൾ വേണം, എന്നിട്ട് അതിലേക്ക് ഒരു 5 റെക്കോർഡ്സ് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം മക്കളെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ 4 ക്വസ്റ്റ്യൻസിനുള്ള കൊറി എഴുതാനാണ് പറയുന്നത്. ഇതാണ് നമ്മളെ SQLിൽ വരുന്ന 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 17 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ ഡയറക്റ്റ്ലി കോഡിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് MySQLൻ്റെ സോഫ്റ്റ്വെയറിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്നതായതുകൊണ്ട് ഒരുപക്ഷെ ഈ വീഡിയോ കുറച്ചെന്താവും, ലെങ്തി ആവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം എന്താണ്, 100% ഉറപ്പാണ്. ഓക്കെ അല്ലേ? സോ MySQLൻ്റെ കോഡ് എവിടെയാണ് ടൈപ്പ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ MySQLൻ്റെ കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് MySQLൻ്റെ സോഫ്റ്റ്വെയർ ജസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് MySQLൻ്റെ കോഡ് ടൈപ്പ് ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ്വെയറിലാണ്. ആൻഡ് ആ ഒരു MySQL കമാൻഡ് ലൈൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ് ചോദിക്കുന്നത്. ഞാൻ ആക്ച്വലി അഡ്മിൻ എന്നാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അഡ്മിൻ എന്ന് പറയുന്ന പാസ്വേഡ് കൊടുത്തു. നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. ഓക്കെ അല്ലേ? സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ MySQL എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് MySQL എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MySQLൻ്റെ കമാൻഡ്സ് 1 by 1 ആയിട്ട് കൊടുത്തു തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ MySQL നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നേരെ പോയിട്ട് ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നേരെ പോകണ്ട. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മളെ ഇപ്പോൾ MySQL ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എന്തൊക്കെ ഡാറ്റാബേസുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഡാറ്റാബേസ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തൊക്കെ ഡാറ്റാബേസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കമാൻഡ് അടിച്ചു വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ഡാറ്റാബേസസ് എന്നുണ്ട് കേട്ടോ. ഷോ ഡാറ്റാബേസസ് സെമികോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ MySQL സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഡാറ്റാബേസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഞാൻ ഷോ ഡാറ്റാബേസസ് സെൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ടേബിൾസ് ഉണ്ട്, എന്തൊക്കെ ടേബിൾസ് അല്ല, എന്തൊക്കെ ഡാറ്റാബേസ് ഉണ്ട്, ഇൻഫർമേഷൻ സ്കീമ, MySQL ന്യൂ, പെർഫോമൻസ് സ്കീമ, സിസ്, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 5 ഡാറ്റാബേസുകളാണ് ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മളെ ലാബ് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. മക്കളെ, പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ അല്ലേ? ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കമാൻഡ്. ഡാറ്റാബേസിന് പേരെന്തെങ്കിലും കൊടുക്കുക. ഇപ്പോൾ ലാബ് എക്സാം ആയതുകൊണ്ട് ലാബ് എക്സാം എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് സെമികോളൻ കൊടുക്കുക. ഓക്കെ, കൊറി ഓക്കെ ആണെങ്കിൽ അടിയിൽ വരും, കൊറി ഓക്കെ 1 റോ അഫക്റ്റഡ്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പോയിട്ട് ടേബിൾ ഉണ്ടാക്കലല്ല. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും തോന്നുന്നത് അല്ലേ, ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, ഫസ്റ്റ് തന്നെ ടേബിൾ ഉണ്ടാക്കല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന ഡാറ്റാബേസിൻ്റെ പേരാണ് ലാബ് എക്സാം എന്ന് പറയുന്ന ഡാറ്റാബേസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, ആ ഡാറ്റാബേസ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ആ ഡാറ്റാബേസ് അപ്ലൈ ചെയ്യണം, അത് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് കമാൻഡ്. യൂസ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റാബേസിന്റെ പേരെന്താടാ, ഡാറ്റാബേസിന്റെ പേരെന്താടാ, ലാബ് എക്സാം അല്ലേ. സോ യൂസ് ലാബ് എക്സാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് കിടക്കുന്ന ഡാറ്റാബേസ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ലാബ് എക്സാം എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റാബേസ് ഒക്കെ ഓക്കെ ആണോ, അത് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കട്ടോ. ഷോ ഡാറ്റാബേസസ് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അതിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തും കൂടെ വരുന്നുണ്ട്, ലാബ് എക്സാമും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നിലവിൽ ഏതാ ഓൾറെഡി ആക്റ്റീവ് ആക്കിയിട്ടുള്ളത്, ലാബ് എക്സാം എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുക, ടേബിൾ നേരെ പോയി ഉണ്ടാക്കല്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ് ടേബിൾസ് എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കമാൻഡ് പഠിപ്പിച്ചു തരാം. ബിഫോർ ക്രിയേറ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ഏത് ഡാറ്റാബേസാണ് ആക്റ്റീവായിട്ട് കിടക്കുന്നത്, അത് സർ ലാബ് എക്സാം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ലാബ് എക്സാം എന്ന് പറയുന്ന ഡാറ്റാബേസ് ഇപ്പം ഉണ്ടാക്കിയതല്ലേ, അതിൽ ടേബിളൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മൾ ടേബിളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതിൽ ടേബിൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ആക്റ്റീവായിട്ട് കിടക്കുന്ന ഡാറ്റാബേസിൽ ടേബിൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് മക്കളെ ഷോ ടേബിൾസ് എന്ന് പറയുന്ന അടിച്ചു കഴിഞ്ഞാൽ, ഷോ ടേബിൾസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എം ടി സെറ്റ് എന്ന് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ള ഡാറ്റാബേസ് ആണ്, അതിൽ എന്തില്ല, ടേബിൾസ് ഒന്നുമില്ല. സോ എം ടി സെറ്റാണ് നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ഉണ്ടാക്കി തുടങ്ങാം. മക്കളെ ടേബിൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റാന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം, റോൾ നമ്പർ വേണം, നെയിം വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുക, നമുക്കൊന്ന് ടേബിൾ ഉണ്ടാക്കി നോക്കിയാലോ. ക്രിയേറ്റ് അല്ലേ, ക്രിയേറ്റ് ടേബിൾ വെച്ച് കമാൻഡ് വെച്ചിട്ടാണ് ടേബിൾ ഉണ്ടാക്കുക. ക്രിയേറ്റ് ടേബിളിൻ്റെ പേരെന്താ കൊടുക്കണ്ടേ, സ്റ്റുഡൻറ്റ് അല്ലേ. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് കൊടുക്കുക. എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ടടാ ഇവിടെ, റോൾ നമ്പർ ഉണ്ട് അല്ലേ, റോൾ നമ്പർ ഉണ്ട്. റോൾ നമ്പർ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്, ഇൻറ്റീജർ ആണെന്ന് പറയുന്നുണ്ട്, അത് പ്രൈമറി കീ ആവണമെന്ന് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് കൊടുക്കുകയാണടാ, റോൾ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ കംപ്ലീറ്റ് കൊടുക്കണം എന്നില്ല, ഇൻറ്റ് എന്ന് എഴുതിയാൽ മതി. അതെന്താണ്, പ്രൈമറി കീ ആണ്. പ്രൈമറി സ്പേസ് ഇട്ടിട്ട് കീ എന്ന് കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രൈമറി സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, കീ എന്ന് കൊടുക്കണം. ഇനി ഒന്നും കൂടെ പ്രൈമറി കീ ആയതുകൊണ്ട് അത് നള്ളാവാൻ പാടില്ല എന്ന് കൊടുക്കാൻ വേണ്ടി നോട്ട് നൾ എന്നും കൂടെ എന്ത് ചെയ്ത് വെച്ചേക്ക്, ഒന്ന് കൊടുത്തു വെച്ചേക്ക്, നല്ലതാണ്. നോട്ട് നൾ എന്ന് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷേ നോട്ട് നൾ പ്രൈമറി കീ ആയാൽ തന്നെ അത് നള്ളാവാൻ പറ്റൂല എന്നുള്ള ഇത് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇങ്ങനെ നോട്ട് നൾ എന്നും കൂടെ കൊടുത്തു വെക്കാം അല്ലേ. അങ്ങനെ യെസ്, റോൾ നമ്പർ കൊടുത്തതിന് ശേഷം കൊമേട്ടിൻ്റെ അടുത്ത് എന്താ വേണ്ടേ, പേരിലെ പേരിൻ്റെ ഡാറ്റ ടൈപ്പ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, വാർക്കാർ 25 തന്നിട്ടുണ്ട്. അപ്പം നെയിം എന്താടാ, വാർക്കാർ 25 അല്ലേ, വാർക്കാർ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 25. എടാ എന്താ ഈ 25 എന്ന് പറഞ്ഞാൽ, അതായത് കുട്ടീൻ്റെ പേര് സ്റ്റോർ ചെയ്യാൻ മാക്സിമം 25 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നെയിം വാർക്കാർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. യെസ്, നെയിം വാർക്കാർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് എന്താ, മൂന്നാമതായിട്ട് വരുന്നത് വാർക്കാർ, മൂന്നാമതായിട്ട് എന്താ വരുന്നത്, ബാച്ചാണ് അല്ലേ. ബാച്ചും എന്താണ്, വാർക്കാർ ഓഫ് 15 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ബാച്ചും എന്താണ്, വാർക്കാർ ഓഫ് 15 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത ബാച്ച് എന്ന് കൊടുക്കുകയാണേ. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താടാ, വാർക്കാർ ആണ് അല്ലേ. അപ്പോൾ വാർക്കാർ 15 മതി, കാരണം ബാച്ച് ആണല്ലോ, സയൻസ് കൊമേഴ്സ് പോലെ ബാച്ച് കൊടുക്കാൻ വേണ്ടി അത്ര സ്പേസേ ആവശ്യമുള്ളൂ. ബാച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്ക് 1 ഇൻറ്റീജർ ആണ്. യെസ്, മാർക്ക് 1 അല്ലേ, മാർക്ക് 1 എന്ന് പറഞ്ഞു കൊടുക്കണം, അത് ഇൻറ്റീജർ ആണ്, മാർക്ക് 1 ഇൻറ്റ്. പിന്നെ കൊമേട്ടിട്ട് എന്താണ്, മാർക്ക് 2, രണ്ടാമത്തതും എന്ത് തന്നെയാണ്, ഇൻറ്റീജർ തന്നെയാണ്, മാർക്ക് 2 ഇൻറ്റ് അല്ലേ. മാർക്ക് 1 ഇൻറ്റ്, മാർക്ക് 2 ഇൻറ്റ്. ആൻഡ് അതിനുശേഷം ഞാൻ എന്ത് കൊടുക്കുകയാണ്, മാർക്ക് 3 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അതും എന്താണ്, ഇൻറ്റ് ആണ്. അതിനുശേഷം എന്താ, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 കൊടുത്തതിന് ശേഷം എന്താ വേണ്ടത്, ടോട്ടൽ കൊടുക്കണം അല്ലേ. ആ ടോട്ടലും എന്താണടാ, അതും ഇൻറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയില്ലേ, ആ ഓപ്പൺ ആക്കിയ ബ്രാക്കറ്റ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത്. ക്ലോസ് ചെയ്തു. ഇനി ലാസ്റ്റ് നിർബന്ധമായിട്ടും എന്തിടുക, സെമിക്കോളൻ ഇടുക. സെമിക്കോളൻ ഇട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് കംപ്ലീറ്റ് ആയി. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടണമെന്നൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലൊക്കെ ചെക്ക് ചെയ്യുക. ഞാനിവിടെ എൻ്റർ അടിച്ചു. ഓക്കെ, ഇപ്പോൾ എൻ്റെ കൊറി ഓക്കെയാണ്, അതായത് 0 റോസ് എഫക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്, കൊറി ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത കൊറി ഓക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ എറർ വരും. അപ്പോൾ നിങ്ങൾ ആ കോഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ലാസ്റ്റ് സെമിക്കോളം വിട്ടുപോയ പ്രശ്നമാണ്, ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, റോൾ നമ്പർ കഴിഞ്ഞിട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്, പ്രൈമറി കീ ഒരുമിച്ച് കൊടുത്താൽ പ്രശ്നമാണ്, നോട്ട് നൾ എന്ന് ഒരുമിച്ച് കൊടുത്താൽ പ്രശ്നമാണ് അല്ല. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. അപ്പോൾ ഇപ്പം മക്കളെ നമ്മൾ എന്താ ചെയ്തതെന്നറിയോ, ടേബിൾ ഉണ്ടാക്കി. ടേബിളിൻ്റെ പേരെന്താ, ടേബിളിൻ്റെ പേര്
സ്റ്റുഡൻറ്റ് എന്നാണ് ടേബിൾ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? അതിന് നിങ്ങൾ വെറുതെ ഷോർട്ട് ടേബിൾസ് അടിച്ച് നോക്ക്. നേരത്തെ നിങ്ങൾ ഷോർട്ട് ടേബിൾസ് അടിച്ചപ്പോൾ ഒന്നുമില്ല എന്നല്ലേ കാണിച്ചേ. ഇപ്പോൾ ഷോർട്ട് ടേബിൾസ് അടിച്ചപ്പോൾ കണ്ട ടേബിൾസ് ഇൻ ലാബ് എക്സാം. ലാബ് എക്സാം എന്ന് പറയുന്ന ഡാറ്റാബേസിൽ ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ട്. എന്താണ് ആ ടേബിളിൻ്റെ പേര്? സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് ആ ടേബിളിൻ്റെ പേര്. ഇപ്പോൾ ഉണ്ടാക്കിയ ടേബിളാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ ടേബിളിൽ വാല്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് വാല്യൂസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് നീൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം എം ടി സെറ്റാണ്. കാരണം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വാല്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് ടേബിൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ടേബിളിൽ വാല്യൂസ് ഇല്ല. അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ അല്ലെ, ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ഇൻ ടു ദ ടേബിൾ എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ. ടോട്ടലിൽ നിങ്ങൾ വാല്യൂ കൊടുക്കണ്ട, ബാക്കിയുള്ളതിൽ ഒരു 5 വാല്യൂസ്, ടേബിളിന് ഒരു 5 വാല്യൂസ് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ടോട്ടലിന് വാല്യൂസ് കൊടുക്കണ്ട, ബാക്കിയുള്ളതിന് വാല്യൂസ് കൊടുക്കുക. അപ്പം വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് ഇൻസേർട്ട് ഇൻറ്റു കമാൻഡ് അല്ലേ. ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൻ്റെ പേരെന്താ? സ്റ്റുഡൻറ്റ്. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് എന്ന് എഴുതണം. എന്നിട്ടാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് വാല്യൂസ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ വാല്യൂസ്. നമ്മളെ ടേബിളിൽ വാല്യൂസ് എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലേ, ജസ്റ്റ് ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നാണ്. എന്നിട്ട് അതിൽ വാല്യൂസ് എന്ന് കൊടുക്കണം അല്ലേ. ആ വാല്യൂസ് എന്തൊക്കെയാണ് വാല്യൂസ് വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ റോൾ നമ്പർ ആണ് കൊടുത്തത്, പിന്നെന്താ, പിന്നെ നെയിം ആണ് കൊടുത്തത്, പിന്നെ ബാച്ച് ആണ്, പിന്നെ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ഇങ്ങനെ എത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ റോൾ നമ്പർ ഞാൻ 1 കൊടുത്തു. പിന്നെ കുട്ടീൻ്റെ പേരല്ലേ വേണ്ടേ, പേരായിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? അക്ഷയ് എന്നെങ്ങാനും കൊടുക്കുകയാണ്. അക്ഷയ്, കുട്ടീൻ്റെ പേര് അക്ഷയ് ആണ്. ഓക്കെ. പിന്നെ അക്ഷയ് പേര് കഴിഞ്ഞിട്ട് ബാച്ച്, കുട്ടി പഠിക്കുന്ന ബാച്ച് തൽക്കാലം ഞാൻ എന്ത് കൊടുത്ത്? കൊമേഴ്സ് എന്ന് കൊടുത്തേ, കൊമേഴ്സ്. പിന്നെ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 അല്ലേ, കുട്ടീൻ്റെ ഫസ്റ്റത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 25 കൊടുത്ത്, രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 35 കൊടുത്ത്, മൂന്നാമത്തെ സബ്ജക്റ്റ് 45 കൊടുത്ത്. ഓക്കെ. പിന്നെന്താ, പിന്നെ ടോട്ടലിന് വാല്യൂ കൊടുക്കണ്ട, എക്സെപ്റ്റ് ടോട്ടൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടലിന് വാല്യൂ കൊടുക്കണ്ട. അപ്പോൾ അതിന് ഞാൻ തൽക്കാലം നള്ളിന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ. ഈ ബ്രാക്കറ്റ് കണ്ട, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ബ്രാക്കറ്റ് ആണ് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുക. ആൻഡ് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, അക്ഷയ് കൊമേഴ്സ് എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ സ്ട്രിങ്ങുകളല്ല. ഇതുപോലത്തെ പേരുകൾ വരുമ്പോൾ, ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഒന്നുകിൽ സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കണം. അക്ഷയനെ ഞാൻ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൊമേഴ്സ് എന്ന് പറയുന്ന വാല്യൂ എന്തിനുള്ളിൽ തന്നെ കൊടുക്കണം? ഡബിൾ കോട്ട്സോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഇത്രയും വാല്യൂസ് ഞാൻ കൊടുത്തു. എന്നിട്ട് സെമിക്കോളൻ ഇട്ടു, എൻ്റർ. കണ്ടോ, കൊറി ഓക്കെ 1 റോ എഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ മക്കളെ, തൊട്ട് മുന്നേ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അടിച്ചപ്പോൾ എം ടി സെറ്റ് എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇപ്പം ഞാനൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്തു. 1 അക്ഷയ് എന്ന് പറയുന്ന റോ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതാ ജസ്റ്റ് അതൊന്ന് അടിച്ചു നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കണ്ടോ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് 1, ഇതിൽ ഫസ്റ്റ് വാല്യൂ ആയിട്ട് ആര് കയറിയിരിക്കുന്നുണ്ട്? 1 അക്ഷയ് കൊമേഴ്സ് 25, 35, 45 നൾ. ഓക്കെ അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഒറ്റ റോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്ന ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ആണ്. ഒറ്റ റെക്കോർഡേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലത്തെ 5 റെക്കോർഡ്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ 5 റെക്കോർഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ എഴുതേണ്ടത്? ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് സെയിം തന്നെ. 1ന് പകരം ഞാൻ 2 എന്ന് കൊടുത്തു. അക്ഷയ്ക്ക് പകരം പേര് മാറ്റിയിട്ട് ആകാശ് എന്ന് കൊടുത്തു. കൊമേഴ്സിന് പകരം കൊമേഴ്സ് ഇറ്റ് സെൽഫ് ഞാൻ കൊമേഴ്സ് തന്നെ ബാച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ അതിനുശേഷം മാർക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി 20 ആക്കി, ഇത് 40 ആക്കി, ഇത് 50 ആക്കി. ഓക്കെ. ടോട്ടൽ നള്ള് തന്നെ, എൻ്റർ. അപ്പോൾ കണ്ടോ, കൊറി ഓക്കെ 1 റോ എഫക്റ്റഡ്. ഒരു റോയും കൂടെ ആഡ് ചെയ്ത്, അതായത് നമ്മൾ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അടിച്ചാൽ കാണാൻ പറ്റും മക്കളെ, 2 റോ എന്തായിട്ടുണ്ടടാ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. 2 റോ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇതേപോലെ മൂന്നാമത്തെ റോ നമുക്ക് ആഡ് ചെയ്യണം. സോ മൂന്നാമത്തെ റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റോൾ നമ്പർ ആയിട്ട് 3 എന്ന് കൊടുക്കുകയാണ്. ഞാൻ പേര് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുകയാണ്, ഫാത്തിമ എന്ന് കൊടുക്കുകയാണ്. കൊമേഴ്സ് ഞാനെന്ത് ബാച്ച് ഒന്ന് മാറ്റുകയാണ്. കൊമേഴ്സ് ബാച്ച് മാറ്റിയിട്ട് സയൻസ് ബാച്ച് കൊടുക്കുകയാണ്. ആൻഡ് മാർക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്കിൽ ഫസ്റ്റ് 40 കൊടുത്തു. അതുപോലെ തന്നെ കൊമ എടുത്തിട്ട് 45 കൊടുത്തു, 50 കൊടുത്തു. അപ്പം ഇത് 50 കൊടുത്തു. ഇങ്ങനെ 3 വാല്യൂസാണ് ഞാൻ കൊടുക്കുന്നത്. നൾ.
ബ്രാക്കറ്റോ ക്ലോസ് ചെയ്തു സെമിക്കോളൻ. 3 വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 3 ഫാത്തിമ, സയൻസ് 40, 45, 50 നൾ. ഇത്രയും വാല്യൂസ് കൊടുത്തു, എൻ്റർ. ഓക്കെ, കൊറി ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്ക് 3 വാല്യൂ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ 4ാമത്തെ വാല്യൂയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. 4ാമത്തെ വാല്യൂ ഞാൻ ആഡ് ചെയ്തു, 4 കൊടുത്തു. ഓക്കെ, ഫാത്തിമ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് കൊടുക്കുകയാണ്, ആതിര എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, യെസ്, സയൻസ് തന്നെ നിന്നോട്ടെ. ഞാൻ ഈ മാർക്ക് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. മാർക്ക് 10 കൊടുക്കുകയാണ്. മാർക്ക് 10 മാർക്കാണ് ഞാൻ ഫസ്റ്റ് സബ്ജക്റ്റിന് കൊടുക്കുന്നത്. 10, 15, ഈ കുട്ടിക്ക് കുറച്ച് മാർക്ക് കുറവാന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ. പിന്നെ അതിനുശേഷം നള്ളെന്ന് കൊടുത്തു. യെസ്, എന്നിട്ട് അത് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഓക്കെ, ഇതാണ് 4ാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ ഞാൻ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. യെസ്, ഞാൻ അതിൻ്റെ റോൾ നമ്പർ ഞാൻ സെറ്റ് ചെയ്യുന്ന 5 ആണ്. ആതിര എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് ആ കുട്ടീൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് ബാസിത്ത് എന്നാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം സയൻസ് എന്നുള്ളത് ഞാൻ എന്താക്കി കൊടുക്കുകയാണ്, കൊമേഴ്സ് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മാർക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് 50 ആണ് വരുന്നത്. അതേപോലെ തന്നെ യെസ്, മാർക്ക് 50 കഴിഞ്ഞിട്ട് ഒരു 48 വരുന്നുണ്ട്. 3ാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് ഒരു 47 വരുന്നുണ്ട്. ഓക്കെ, 3ാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 47 വരുന്നുണ്ട്. യെസ്, അപ്പോൾ ഇത്രയും ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. യെസ്, അപ്പോൾ 5 റോസ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി. അതായത് ഇത്രയും 5 റോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് അല്ലേ, ഞാനിപ്പോൾ എന്താ പറയുക, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 5 റോസ് കാണാൻ പറ്റും. കണ്ടോ, 5 റോസ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇപ്പോൾ നമ്മൾ ടേബിൾ ഉണ്ടാക്കി, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാക്കി, അതിലേക്ക് 5 റോസ് ആഡ് ചെയ്തു. എക്സെപ്റ്റ് ഫോർ കോളം ടോട്ടൽ. ടോട്ടലിന് വാല്യൂ ഉണ്ടോ? ടോട്ടൽ എല്ലാം എന്തായിട്ടാണ് കിടക്കുന്നത്? നള്ളായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു, വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴെയുള്ള കൊറീസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ. ടോട്ടലിൽ ഇപ്പം വാല്യൂ ഒന്നും ഇല്ലല്ലേ, അത് അപ്ഡേറ്റ് ചെയ്യണം. കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1, മാർക്ക് 2 ആൻഡ് മാർക്ക് 3. മാർക്ക് 1ൻ്റെയും മാർക്ക് 2ൻ്റെയും മാർക്ക് 3ൻ്റെയും സം ആയിട്ട് എന്ത് ചെയ്യണം? കോളം എന്ന് പറയുന്ന ടോട്ടൽ എന്ന് പറയുന്ന കോളം അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാ അപ്ഡേറ്റ് ചെയ്യുക? അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് അല്ലേ, അപ്ഡേറ്റ് കോളത്തിൻ്റെ പേരെന്താ? കോളത്തിൻ്റെ പേരല്ല, അപ്ഡേറ്റ് ടേബിളിൻ്റെ പേരാണ് വേണ്ടത്. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് അല്ലേ, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് അല്ലേ, സെറ്റ് ടോട്ടൽ ഈസ് ഈക്വൽ ടു, ടോട്ടൽ എന്തായിട്ട് സെറ്റ് ചെയ്യണം? മാർക്ക് 1 പ്ലസ് അല്ലേ, മാർക്ക് 1 പ്ലസ് പിന്നെന്താ, മാർക്ക് 2 പ്ലസ് മാർക്ക് 3. ഇതാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. സെറ്റ് വാട്ട്? സെറ്റ് ടോട്ടൽ ഈക്വൽ ടു, ടോട്ടൽ എങ്ങനെ സെറ്റ് ചെയ്യണം? മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3. ഇങ്ങനെയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ എത്ര റോ? 5 റോസ് ഒക്കെ എഫക്ട് ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്. കാരണം 5 റോയിലും വാല്യൂ മാറൂലേ. മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3ൻ്റെ വാല്യൂ ആയിട്ട് ടോട്ടൽ സെറ്റ് ചെയ്യും. ഇതായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ കാണാൻ പറ്റും. കണ്ടോ ടോട്ടൽ എന്തായടാ? ടോട്ടൽ ഇവിടെ അപ്ഡേറ്റ് ആയി. കണ്ട, ടോട്ടൽ അപ്ഡേറ്റ് ആയി. ടോട്ടലിൽ എല്ലാവരെയും ടോട്ടൽ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടലായിട്ട് ടോട്ടലിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ട്? അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റെഡിയായി. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ച്. സിമ്പിൾ ക്വസ്റ്റ്യനാ. കൊമേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണാനാണ് പറയുന്നത് അല്ലേ. ഇവിടെ കൊമേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന ആരൊക്കെ ഉണ്ട്? അക്ഷയ് ഉണ്ട്, ആകാശ് ഉണ്ട്, ബാസിത്ത്, 3 കുട്ടികളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 3 കുട്ടികളുടെയും ഡീറ്റെയിൽസ് അല്ലേ, കൊമേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണണം. അതായത് ഇപ്പം ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അറിയാം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. എന്നാൽ എനിക്ക് കൊമേഴ്സ് ബാച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ വേർ അല്ലെ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ബാച്ച് ഈസ് ഈക്വൽ ടു എന്തായവർ മാത്രം മതിയടാ, കൊമേഴ്സ് ആയവർ മാത്രം മതി അല്ലേ. ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ് ബാച്ച് പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം മതി. അപ്പോൾ കണ്ടോ നമുക്ക് വന്ന റിസൾട്ട് എങ്ങനെയാണ് വന്നത്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ്. കണ്ടോ, കൊമേഴ്സ് പഠിക്കുന്ന അക്ഷയനെയും ആകാശിനെയും ബാസിത്തിനെയും മാത്രം എന്ത് ചെയ്തു? എടുത്തു കാണിച്ചു അല്ലേ. ഈ രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സോ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്ക്. ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം? നെയിമും ടോട്ടൽ മാർക്കും ഡിസ്പ്ലേ ചെയ്യണം. ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഫെയിൽഡ്.
എല്ലാവരും വേണ്ട ഫെയിൽ ആയ കുട്ടികൾ. പക്ഷേ ഫെയിൽ ആകുന്ന എപ്പോഴാന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ടോട്ടൽ ഗ്രേറ്റർ ദാൻ 90, ടോട്ടൽ ലെസ് ദാൻ 90, 90-നേക്കാളും മാർക്ക് കുറഞ്ഞാലാണ് ഫെയിൽ ആവുക. അപ്പോൾ അങ്ങനെ ഫെയിൽ ആയ കുട്ടികളുടെ നെയിമും ടോട്ടലുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം? സെലക്ട് നെയിം കൊമാ ടോട്ടൽ. നെയിമും വേണം ടോട്ടലും വേണം അല്ലേ? ആരതാണ്? ഫ്രം സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഫ്രം സ്റ്റുഡൻറ്റ്. ആരതാണ്? ഫ്രം സ്റ്റുഡൻറ്റ് വെയർ. തോറ്റവർ മാത്രം മതി അല്ലേ? അതായത് ആരാ തോക്കുക? ടോട്ടൽ ലെസ് ദാൻ 90. ഇവിടെ പറയുന്നുണ്ട് ടോട്ടൽ ലെസ് ദാൻ 90 ആയവരാണ് ഫെയിൽ ആവുക. അപ്പോൾ വേറെന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കണ്ടീഷൻ എന്തായിരിക്കും അവിടെ? ടോട്ടൽ ലെസ് ദാൻ 90 എന്ന് പറയുന്നതായിരിക്കും. ടോട്ടൽ ശരിക്കും നിങ്ങൾ നോക്ക്, ഈ ടേബിൾ നോക്കുമ്പോൾ 90-നേക്കാളും ടോട്ടൽ കുറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. ആതിര എന്ന് പറയുന്ന കുട്ടിയാണ്. ഓക്കെ, ആതിര എന്ന് പറയുന്ന കുട്ടിക്കാണ് 90-നേക്കാൾ കുറവുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ പേരും ടോട്ടലുമാണ് വരിക. ഓക്കെ, അപ്പോൾ എൻ്റർ കീ അടിക്കുമ്പോൾ ഈ കോഡ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റർ കീ അടിക്കുമ്പോൾ കണ്ടോ, ആതിര എന്ന് പറയുന്ന കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടോ? ഇല്ല. ആതിര എന്ന് പറയുന്ന കുട്ടിയുടെ നെയിമും ടോട്ടൽ മാർക്കും മാത്രം എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. ഇപ്പം മനസ്സിലായില്ലേ മക്കളെ? നമ്മൾ SQL വെറുതെ പഠിച്ചതല്ല ക്ലാസ്സിൽ എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ SQL എന്ന് പറയുന്ന സംഭവം അല്ല, ഇത് വെച്ചിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് SQL നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോർഷൻ മാത്രമേ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കിയാലോ? ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ് എന്ന് പറയുന്നുണ്ട്. മക്കളെ ഇവിടെ കണ്ടോ, ബാച്ച് ബേസ്ഡ് ആയിട്ട് ആ റിസൾട്ട് കിട്ടണ്ടേ? ഡിസ്പ്ലേ ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ബട്ട് ഇൻ ബാച്ച് ബേസ്ഡ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കുട്ടികളെ ലിസ്റ്റ് വരേണ്ടത് ബാച്ച് ബേസ്ഡ് ആയിട്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബാച്ച് പിന്നെ അടുത്ത ബാച്ച്. അതായത് ഇവിടെ ബാച്ച് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യം വരിക ഏത് ബാച്ച് ആയിരിക്കും? കൊമേഴ്സ് ആണ്. കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുമ്പോൾ കൊമേഴ്സ് ആണ് ഫസ്റ്റ്. അപ്പോൾ കൊമേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസിനാണ് ആദ്യം വരേണ്ടത്. ബട്ട് ആ കൊമേഴ്സ് ബാച്ചിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നെ എങ്ങനെ വരും? അത് ഓർഡർ ആയിട്ട് നെയിമിൻ്റെ അസെൻഡിങ് ഓർഡറിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സെലക്ട് നെയിം കൊമാ ബാച്ച്, ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഫ്രം സ്റ്റുഡൻറ്റ് അല്ലേ? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് അല്ലേ? പക്ഷേ ഇവിടെ എങ്ങനെ വരണം? അത് ഓർഡർ ബൈ ബാച്ചിൻ്റെ ഓർഡറിൽ വരണം. ഓർഡർ ബൈ ബാച്ചിൻ്റെ ഓർഡറിൽ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ബാച്ചിൻ്റെ ഓർഡറിൽ വരണം. കൊമ നെയിം എന്ന് പറഞ്ഞാൽ ആദ്യം ബാച്ചിൻ്റെ ഓർഡറിലായിരിക്കണം, പിന്നെ ആ ബാച്ചിൻ്റെ ഉള്ളിൽ തന്നെ നെയിമിൻ്റെ ഓർഡറിൽ വരണം. അപ്പോൾ ആ രീതിയിൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വരേണ്ടതെന്നുള്ളത്. യെസ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഔട്ട്പുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. അതായത് കണ്ടോ, ഇവിടെ ആദ്യം എന്തുകൊണ്ട് കൊമേഴ്സ് എന്ന് വന്നു? കാരണം നമ്മൾ ഓർഡർ ബൈ ഫസ്റ്റ് ഓഫ് ഓൾ ബാച്ച് എന്ന് കൊടുത്തു. ബാച്ചിൻ്റെ ഓർഡറിലാണ് ആദ്യം തരേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ബാച്ചിൻ്റെ ഓർഡറിലാണ്. ബട്ട് ഈ കൊമേഴ്സ് വന്നതിൽ തന്നെ എന്തുകൊണ്ട് മക്കളെ ആകാശ് ആദ്യം വന്നു എന്ന് ചോദിച്ചാൽ, അക്ഷയിൻ്റെ മുന്നേ ആകാശ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ, നെയിമിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കുമ്പോൾ ആകാശാണ് ഫസ്റ്റ്, പിന്നെയാണ് അക്ഷയ്, പിന്നെയാണ് ബാസിത്ത് അല്ലേ? ബി വെച്ച് തുടങ്ങുന്ന പിന്നെ വരിക. ഇനി അതിനുശേഷം കണ്ടോ, കൊമേഴ്സ് 3 ആൾക്കാർ കഴിഞ്ഞിട്ടേ സയൻസ് വന്നുള്ളൂ. ആ സയൻസിൽ തന്നെ എന്തുകൊണ്ട് ആതിര ഫസ്റ്റ് വന്നു ഫാത്തിമൻ്റെ മുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയിമിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓർഡർ ബൈ ബാച്ച് കൊമാ നെയിം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബാച്ചിൻ്റെ ഓർഡറിൽ ഓർഡർ ചെയ്തു. ഇനി അതിനുശേഷം ആ ബാച്ചിൻ്റെ ഉള്ളിൽ തന്നെ നെയിമിൻ്റെ ഓർഡറിലാണ് അതിന് എന്ത് ചെയ്തിട്ടുള്ളത്? അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വറീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങളെ എക്സ്റ്റേണൽ എക്സാമിനർ വരുന്ന ആൾക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ആൻഡ് ഈ കോഡൊക്കെ നിങ്ങൾ ആദ്യം എഴുതേണ്ടി വരും. എഴുതി കാണിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് MySQL സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുക? റൺ ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന കമാൻഡൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കട്ടോ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ചിട്ട് നോക്കാം ഇപ്പം ടേബിളിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ടേബിളിൻ്റെ അവസ്ഥ എന്താ, ആ ടേബിളിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ DSC എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ മതി. ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതായത് ടേബിൾ എന്താണ് കണ്ട ടേബിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നതുണ്ടോ? DSC സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഫീൽഡ് ഇന്നതൊക്കെ ഉണ്ട്, റോൾ നമ്പർ, നെയിം, ബാച്ച്, ഇതിൽ ഓരോന്നിൻ്റെയും ഡാറ്റ ടൈപ്പ് എന്താന്ന് പറയുന്നുണ്ട്. പിന്നെ നള്ളാണോ അല്ലയോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കീ ആണോ, ഇവിടെ
പ്രീ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ് റോൾ നമ്പർ മാത്രമാണ് പ്രൈമറി കീ. അതുകൊണ്ടാണ് കീൻ്റെ കയ്യിൽ പ്രീ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഡീഫോൾട്ട് വാല്യൂ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, എക്സ്ട്രാ ആയിട്ടൊന്നും പറയാനില്ല. ഇങ്ങനെ നമുക്ക് ടേബിളിനെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് കമാൻഡ് വെച്ചിട്ട് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് മക്കളെ ഈ ഒരു SQLൻ്റെ ലാബ് സെക്ഷനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്.